ഷൈനിയുടെ മർഡർ തന്നെയാണത്. ആരൊക്കെയാണ് അതിനകത്ത് പ്രതികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു യഥാർത്ഥ പ്രതി നമ്മുടെ കാപ്പിരി അച്ഛൻ വന്നെത്തിയിട്ടില്ല. മുത്തുച്ചിപ്പി അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജനങ്ങൾ. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിലുള്ള 2 പ്രതികൾ വേറെയുണ്ട്. എന്താണ് ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നിടം വരെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. തൊടുപുഴ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? അതൊരു പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനൊരു വക്കീലിനെ പോലും കണ്ടെന്നാണ്, സർക്കാർ വക്കീല. അത് മതി. അവനോട് ഹൈക്കോടതിയിൽ ജാമ്യമൊക്കെ എടുത്ത് അവൻ്റെ പുല്ലുപോലെ ഇറക്കുണ്ട്. എന്ത് പരാതി നമ്മൾ കൊടുത്തത്? അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ കൂടെ പിന്നെ SI സർക്കിൾ കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോരുന്നത്. അന്ന് രാത്രിയിൽ ഇയാൾ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു സാക്ഷിയുണ്ട് കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ല. ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പോയി. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാൽ സർവിക്കൽ ക്യാൻസർ ആയിട്ട് ഞാൻ കീമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോളോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഷൈനിയും മക്കളും കൂടെ സ്വയം ഇറങ്ങി പോകുന്നത് ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാതകയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. മനസ്സിലായി. പിന്നെ ഞാൻ ആ വീട്ടിലും പോയിട്ടില്ല. രാത്രി 2:30 ആയപ്പോൾ അവിടെ വന്ന് അന്ന് തന്നെ വനിതാ സെറ്റിലും വരുവാൻ തൊടുപുഴ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോകുന്ന. ഷൈനി അന്ന് എന്താ അച്ഛനോട് പറഞ്ഞത്? അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഷൈനി എല്ലാം വിളിച്ചു പറഞ്ഞേ. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകും. എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. അത് അവിടെ ജീവിതത്തിലുള്ള ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ വൈറ്റ് ചവിട്ടെല്ലാം കൂടെ കിട്ടിയിട്ട് അത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഡോക്ടറുടെ ഇൻറ്റിമേഷൻ ഒക്കെ അങ്ങ് പോയതാണ്. അത് ഡോക്ടർ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അഡ്മിറ്റ് ആയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റുമാനൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗുളികയെല്ലാം കൊടുത്ത് ഓയിൻമെൻറ്റ് കൊടുത്തു വിട്ടായിരുന്നു. ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു. മേലായിരുന്നു. പക്ഷേ അതിന് മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയില്ല. അതിന് ഉണ്ടായിരുന്നു. ഈ സ്ത്രീധനം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? സ്ത്രീധനത്തിൻ്റെ പ്രശ്നമല്ല. അവനെന്തോ എനിക്കറിയത്തില്ല. അവൾ ഇഷ്ടമില്ല. ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കാം. കല്യാണം നടന്നു. അവർ അറേഞ്ച് മാറ്റിയത്. ഇൻഷുറൻസ് എടുത്തിരുന്നു പറഞ്ഞാൽ പോലീസിന് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മൊഴി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ? പിന്നെ ആ പോലീസ് അവിടെ തൊടുപുഴയും കൊടുത്തിരിക്കുന്ന, ബാക്കി എഴുതി വക്കീലിനും കൊടുത്തിരിക്കുന്നത്. നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നീതി കിട്ടുമെന്ന് ഓർത്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളിപ്പോൾ കുടുംബശ്രീ അത് ഇവിടെ ഇങ്ങനെ തരുന്നത്. ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ ചെലവിനായിരുന്നു. ഇപ്പോൾ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി. അങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം. അവിടെ ഏറ്റവും വലിയ തെറ്റ് അതാ. കൂട്ടങ്കാർ പറഞ്ഞാൽ അവിടെ തന്നെ ചിലവാക്കി. ഇവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരിക്കലും. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നില്ല 5000 മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പൊക്കെ അവരുടെ പറഞ്ഞ അവിടെ കപ്പ ഇവിടെ കൊണ്ടുവന്നില്ല. അല്ലാതെ അവരുടെ പൈസക്ക് എനിക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിന് ഞാൻ പോയി. അവരുടെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? ഒന്നും നടന്നില്ല. ഞാനിന്ന് ഹോളി ക്രോസിലെ പ്രിൻസിപ്പാളിനെ വരെ വിളിച്ച് ചോദിച്ചു മനസ്സിലായി. അല്ല, ഫോണിൽ കൂടെ വിളിച്ചായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിലില്ല. അത് ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയത്തില്ല. പോലീസ് മേടിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ലില്ല, എൻ്റെ കയ്യിലില്ല. വേണം പിന്നെ അല്ല, എൻ്റെ കയ്യിലേക്ക് ഫോൺ വേണമെന്ന് ചോദിച്ചാൽ പോലീസിനോ അന്വേഷണക്കാർക്കോ അത് ആവശ്യമാണെങ്കിൽ അവരുടെ വിളിച്ചല്ലേ ഫോൺ നിലവിൽ കാണും. പിന്നെ അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. സർക്കിൾ കൂടെ ആ വെള്ളിയാഴ്ച തന്നെ ഇവിടെ വന്ന് ഫോൺ അവർ എടുത്തേച്ച് പിന്നെ അവിടെ വെച്ചിട്ട് പോയത്. അവർക്ക് ഭയങ്കര ടെൻഷൻ. അവർക്കൊന്നും വേണം. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരാൾക്ക് 3 കൊച്ച്, ഒരാൾക്ക് 2 കൊച്ച്, മറ്റോ 1 കൊച്ച്, അതുങ്ങളൊക്കെ അവിടെ ആക്കിച്ച് പോകുന്ന ഒരു നഗ വയസ്സൊക്കെ ഉള്ളത്. ഷൈനിയുടെ മക്കൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവർ പുറത്തോട്ടൊന്നും കാണിച്ചില്ല. അതാ അവരുടെ ഉള്ളിലുള്ള മകനോ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും 8:30 മണിയാകുമ്പോൾ ഫോൺ കൊടുക്കുമ്പോൾ 5 മിനിറ്റ് അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ പലർക്ക് വിളിക്കണ്ടേ. 5 മിനിറ്റ് ഇവിടെ വിളിക്കാൻ കിട്ടിയ 2 മിനിറ്റേ കാണുള്ളൂ. അപ്പം ഇപ്പോൾ അമ്മയായിട്ടും അനിയത്തിമാരുമായിട്ട് വർത്താനം പറയും. ചിലപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും കാണും. ഹലോ വെച്ചിട്ട് എന്തിയാ കഞ്ഞി കുടിച്ചു അത്രയും കൂടെ തീരും. എഡ്വിനെ കൊണ്ട് നേരത്തെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ആ പരാതി കരിങ്കുന്നം സ്റ്റേഷനിൽ ഇവർ അയൽക്കൂട്ടത്തിൻ്റെ കാശടക്കം കൊടുത്തു. എന്നിട്ട് ഇവിടെ കൂടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് അയൽക്കൂട്ടംകാരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം ഇപ്പോൾ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഭാവ ദൂഷ്യം നമുക്കറിയാമായിരുന്നു. സ്വഭാവ ദൂഷ്യം അറിയാവുന്ന വെച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചില്ല. അച്ഛനും കന്യാസ്ത്രീമാരൊക്കെ ഉള്ള വീടല്ലേ. അതൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരും ചെയ്തത്. അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ നീ പോരും, നീ സഹികെട്ടെങ്കിൽ പോരും, അല്ലെങ്കിൽ നീ അടിയും തരുമൊക്കെ വന്നാലേ ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ. പക്ഷേ അതിന് പേടിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പോരാൻ പിന്നെ പല പ്രാവശ്യം വിളിച്ചാൽ അന്നേരം അവൾ പൊടിയിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. പെൺമക്കളുടെ മകൻ അല്ലേ? ഒരു മകൻ. അതെ. എന്തായാലും വളരെ വേദനയോട് കൂടി തന്നെയാണ് അച്ഛൻ. ഏകദേശം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മകൾ നഷ്ടപ്പെട്ട വേദനയുള്ള പേരൻസ് ആയിട്ട് തോന്നിയോ നിങ്ങൾക്ക്? 4 മക്കളിൽ ഒരാളാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചിലവിന് തരുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ചു പോകുന്നുണ്ട്. അതായത് ആ കടബാധ്യത 3 ലക്ഷം രൂപ കടബാധ്യത തങ്ങളുടെ പേർക്ക് വരാതിരിക്കാനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എനിക്ക് ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. സോറി ടു സേ ദിസ്. കുഞ്ഞ് നഷ്ടപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ആ പെൺകുട്ടി പോട്ടെ എന്ന് വെക്കാം, മകൾക്ക് കുറച്ച് പ്രായമൊക്കെ ആയി ജീവിതത്തിൻ്റെ ഒരു പാതി വഴിയായിട്ട് എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടാൽ അതിന് വലിയൊരു ഇത് കൊടുക്കണ്ട. പക്ഷേ ആ പൊടി മക്കൾ, അവരുടെ പേരമക്കൾ തന്നെയല്ലേ. ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കി. എന്താ എഴുത്തുകൾ! എല്ലാവർക്കും ഒരേ സംശയം തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന് അവിടെ വ്യക്തമാണ്. കുടുംബക്കാർ
ഹസ്ബൻഡ് വീട്ടുകാർ മാത്രമല്ല, ഭർത്തൃ പീഡനം നടക്കുക എന്ന് പറയുമ്പോൾ ഇവളെ ചന്ന പിന്നെ അടിച്ചേക്കുന്നു. ഈ പറയുന്ന അപ്പച്ചൻ കിട്ടുന്ന കാശ് മക്കളൊക്കെ കൊടുക്കുന്ന പൈസ വാങ്ങി തിന്ന് അവിടെ കയറി ഇരിക്കുന്നു എന്നതിനപ്പുറം ഈ മക്കൾക്ക് ആർക്കും തന്നെ ഉപകാരമുള്ള ഒരു തന്തയല്ല. ഉണ്ടെങ്കിൽ തൻ്റെ മകളെ ഒരാൾ റോളിലിട്ട് അടിക്കുമോ? അച്ഛനും കന്യാസ്ത്രീയൊക്കെ ഉള്ള കുടുംബത്തിലേക്ക് മകളെ കെട്ടിക്കൊടുത്തു, അത്രയേ ഉള്ളൂ. അതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇയാൾ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല സീരിയസ്ലി ഒരു രീതിയിലും അനുകമ്പ അർഹിക്കുന്ന ഒരു കുടുംബമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വ്യക്തി ഇപ്പൊ തന്നെ ഭയപ്പെടുന്നുണ്ട്. ഇതൊക്കെ അഭിനയമാണെന്ന് കണ്ടാൽ തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ മകൾ മരണപ്പെട്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പോയത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലാകുന്നില്ലേ? അവിടെ രക്ഷയില്ലെന്ന് മാത്രമല്ല ഇവിടെയും രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തത്. കുത്തുവാക്കുകൾ കൊണ്ട് അവൾ നന്നായി നോയിച്ചിട്ടുണ്ടാവും. ചേർത്തണച്ച് പിടിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി ആ തീരുമാനം എടുക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അവൾ മൗനമായിരുന്നു. കാരണം ആരോട് എന്ത് പറയണമെങ്കിൽ സ്വന്തം കുടുംബത്തെ പറയണമായിരിക്കാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവരും പ്രതികളാണ്. ആ അമ്മയൊക്കെ നിൽക്കുന്ന നില കണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ എന്തിനധികം കമന്റിലും അല്ലാതെ അവർക്ക് വേണ്ടി സംസാരിച്ച പള്ളിയിലൊക്കെ വന്ന ഓരോ പെണ്ണുങ്ങളും തല അറിഞ്ഞ് ചാവുകയാണ്. എന്തോരം സങ്കടമാണ് അവർ പങ്കുവെക്കുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആരറിഞ്ഞില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ശൂന്യതയുണ്ട്, നമ്മുടെ വീട്ടിലൊരു കുട്ടി നഷ്ടപ്പെട്ട ഫീലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് പല അമ്മമാരും കരയുന്നിടത്ത് ഈ അമ്മയ്ക്കും അച്ഛനും ഒരു കുലുക്കവും ഇല്ല, ചിരിച്ചുകൊണ്ട് വർത്താനം പറയുകയാണ്. പല കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. വിവാഹം കഴിച്ചങ്ങോട്ട് കൊമര് ഒഴിക്കുക. നമ്മുടെയൊക്കെ തിരുവനന്തപുരം ഭാഷ അതാണ്, കൊമര് ഒഴിക്കുക. കൊമരായിരിക്കുന്നത് കുമരിയായിരിക്കുന്ന, അതായത് യൗവനമല്ല, ഐ മീൻ വിവാഹം കഴിക്കാതിരിക്കുന്ന ഒരു കന്യകയായിരിക്കുന്ന ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊമര് കൊടുക്കുകയാണ്. കൊമരൊഴിഞ്ഞു, പിന്നെ സ്വസ്ഥായി, പിന്നെ എവിടെയെങ്കിലും അങ്ങോട്ട് ഇരിക്കാം, ഇരുന്ന് അങ്ങോട്ട് തിന്നാം, അത്ര തന്നെ. ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? അവൾ സ്വസ്ഥമായി അവിടെ ജീവിക്കുന്നുണ്ടോ? പണ്ട് കെട്ടിക്കൊടുത്ത വീട്ടിലേക്ക് ഒരു ചടങ്ങിന് പോവുക, ഇത്ര ദിവസം കഴിയുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അവളെ ഒന്ന് കാണാൻ പോവുക, വരിക എന്നുള്ള അങ്ങനെയൊക്കെ ഒരു ഫോമുണ്ട്. ഈ സ്ത്രീധനവും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഇത് കൊണ്ടാണ് വരുന്നത്. ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ തന്നെ അവരങ്ങ് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ ആ പെൺകുട്ടിക്ക് അവിടെയാണ് ആശ്രയം. മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു വലിയ വിഷമഘട്ടമാണ് ഞാൻ പറയുന്നത്. ആർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. ഒരു വിവാഹത്തോടു കൂടി നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബമാണ്. എന്ന് വെച്ചാൽ അപ്പുറത്തൊരു കുടുംബമുണ്ടോ? പ്രതീക്ഷിക്കാമെന്നതിനപ്പുറം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കുടുംബം. നമ്മൾ വന്നു കയറിയവരാണ്. ഇതോ നമ്മൾ ഇറങ്ങിപ്പോയവരാണ്. ഇനി അങ്ങോട്ട് ചെല്ലുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട, സംഭവിക്കുകയില്ല. അങ്ങോട്ടും പറ്റൂല, ഇങ്ങോട്ടും പറ്റത്തില്ല. ആരുമില്ലാതാകുന്ന ആളുകളാണ് പെണ്ണുങ്ങളെന്ന് ഞാൻ പറയും. ഈ ഒരു സിസ്റ്റം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ദോഷം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഷൈനിക്ക് സംഭവിച്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടിയ പീഡനം 12 വർഷം അനുഭവിച്ചതിൻ്റെ കാരണം തന്നെ ഈ കുടുംബക്കാരാണ്. ഇയാൾക്ക് ജീവിച്ചിരുന്ന 3 കുട്ടികൾ വന്നു, അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് ഈ ഒരു ഫംഗ്ഷനിൽ വന്നു പോയ മക്കളെ കുറിച്ചുള്ള വേവലാതി ആദ്യമാണ്. സ്വന്തം കൺമുന്നിൽ മകൾ വേറെ രക്ഷയില്ലാതെ വന്ന് കൂടെ നിന്ന ആ 2 കുട്ടികളെയും കൊണ്ട് നിന്ന ആ മകൾക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണീരങ്ങനെ കണ്ണീന്ന് വരുന്നില്ല. വല്ലാത്ത ജാതി സംഗതി. ചുമ്മാതല്ല ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇത് കണ്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. നമ്മൾ 2 ഭാഗവും ചിന്തിക്കണമല്ലോ. ഇനി മറ്റേ ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പുള്ളി കുറ്റബോധ തലഭാരത്താൽ പൊക്കുന്നില്ല, തല ഇന്ന് കമന്ന് തന്നെ നിൽക്കുകയാണ്. അയാൾക്കുള്ള ഒരു ചെറിയ വിഷമം പോലും ഇയാൾക്കില്ല. അതായത് പൂർണ്ണമായും അവന്റെ തലയിലേക്ക് ഈ കുറ്റം കൊണ്ട് വെച്ചിട്ട് ഈ വീട്ടുകാരനും സേവ് ആവുന്ന ഒരു സീനാണ് കണ്ടത്. ഒരിക്കലുമല്ല. ഇവരാണ് യഥാർത്ഥ പ്രതികൾ. ഈ 2 എണ്ണത്തിനെയാണ് ശരിക്കും കൊടുക്കേണ്ടത്. ഇവർക്ക് ഒരു ദയം അർഹിക്കുന്നില്ല. ചിരിച്ചുകൊണ്ട് ഇത്രയും വർത്തമാനം പറയുന്ന ഇവരാണോ ശരിക്കും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് വിചാരിച്ച്? അവൾ ആ തീരുമാനം എടുത്തതിന്റെ പിന്നിലുള്ള പ്രൊവോക്കേഷൻ തന്നെ ഈ 2 എണ്ണമാണെന്നുള്ള തെളിവല്ലേ? ഒരു ബോധവുമില്ലാത്ത 2 എണ്ണം. ഇപ്പോഴും പേടിയാണ്. അത് അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് അറിയത്തില്ല എന്ന്. മകളെ എങ്ങനെയോ കെട്ടി അങ്ങോട്ട് ഒഴിവാക്കി, വിവാഹം കഴിച്ചു കൊടുത്ത് തലേന്ന് അങ്ങ് ഒഴിച്ചു വിട്ടു. പിന്നെ തിരിച്ചു വരുന്നത് ബാധ്യതയും കൊണ്ടാണ്. മറ്റു മക്കളോട് സംയമനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവൾക്കൊരു തൊഴിലാകുന്നവരെ നമ്മൾ സംരക്ഷിക്കണമെന്നും അവൾക്ക് മനോബലം കൊടുക്കണമെന്നും പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ കുട്ടി നഷ്ടപ്പെടുമായിരുന്നു. വേറെ നിർവാഹമില്ലാതെ ആ പെൺകുട്ടി ചെയ്ത വേലയല്ലേ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ മക്കളെ ഉപദേശിച്ച് പറഞ്ഞു വിടും. ഒരിക്കലും ചെയ്യരുത്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഞങ്ങളോടും കൂടി സംസാരിക്കൂ, ഞങ്ങളോടത്തും കൂടെ കാര്യം പറയുക എന്ന് വേണം പറഞ്ഞു വിടാൻ. മാത്രമല്ല ഒരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറയും. ചേർത്ത് നിർത്തേണ്ട ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാലോ. ഇപ്പോൾ ഇവരുടെ ഒരു സാമ്പത്തിക ശേഷി അതല്ല, അവർ മക്കളുടെ ചിലവിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, ആ മക്കൾ വിചാരിച്ചാൽ, സെറ്റിൽഡ് ആയ മക്കളല്ലേ, ആ മക്കൾ വിചാരിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? ആരും നോക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഷൈനി അങ്ങനെ ഒരു തീരുമാനമെടുത്ത, ഒരു കടുത്ത തീരുമാനം. അപ്പോൾ വെല്ലുവിളിച്ചത് സഭയെ മാത്രമല്ല, കുടുംബ വ്യവസ്ഥയും കൂടെയാണ്. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു സ്റ്റേറ്റിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്ന് തോന്നിയതിൽ ഒരു തെറ്റുമില്ല. പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചതാണ്, എന്തിന് ആത്മഹത്യ ചെയ്താൽ? കുട്ടികളെങ്കിലും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുന്ന എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ, എത്രയോ ഓഫനേജുകളുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് വിടാമായിരുന്നല്ലോ. ഒന്നും ഇവർ അനുവദിക്കത്തില്ല. വരട്ട് ഗൗരവം. ഈ കുടുംബത്തിൽ ഈ അച്ഛനും അമ്മയും തന്നെയാണ് ആ പെൺകുട്ടിയെ ഈ വഴിക്ക് കൊണ്ടുപോയത്. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചെന്നോ ഒരു കേസുണ്ടെങ്കിൽ ആ കേസ് എടുക്കേണ്ടത് ഇവളുടെ ഭർത്താവിന്റെ പേർക്കല്ല, അത് ഗാർഹിക പീഡനമാണ്.
ഇവരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഷൈനിയെ കൊണ്ട് ഇത് പ്രേരിപ്പിച്ച് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇടുക. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദയമില്ലാതെ പറയണമെന്ന് തോന്നരുത്. എനിക്ക് കണ്ട കാര്യം പറയണമെന്ന് തോന്നി. ഒരു കാരണവശാലും ഈ പറയുന്ന അമ്മയും അച്ഛനും അർഹിക്കുന്നില്ല ഒരു രീതിയിലുള്ള ദയയും. വല്ലാത്തൊരു വിരക്തിയോ ദേഷ്യമോ ഒരു വെറുപ്പോ ഒക്കെ വരുന്നുണ്ട്. എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. സത്യമല്ലേ പറൂ? അങ്ങനെയല്ലേ? ആ